ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് പലരും ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം പല നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നിട്ട് വളരെ ശല്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന രണ്ട് ഓപ്ഷൻസ് ഈ നോട്ടിഫിക്കേഷൻ വളരെ വളരെ യൂസ്ഫുൾ ആണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് ഓപ്ഷൻസ് ആണത്. ആ ഒരു ഓപ്ഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത രണ്ട് ഓപ്ഷൻസ് ആണ്. അതായത് നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ അവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഉപകാരപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കിവിടെ കാണുന്ന മോർ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാം ഡിസ്പ്ലേ ഡാറ്റ യൂസേജ് ഇൻ നോട്ടിഫിക്കേഷൻ ഡ്രോയർ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ എത്രത്തോളം നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര ഇനി ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് നോട്ടിഫിക്കേഷൻ ബാറിൽ വന്ന് കാണിക്കുന്നതാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷനാണിത്. നമുക്ക് ഒരു മാസത്തേക്ക് ഏകദേശം ഒരു 1.5 GB ആണ് നമുക്ക് ഒരു 23-24 ദിവസത്തേക്ക് കിട്ടുക. പക്ഷെ അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ നെറ്റ് റീചാർജ് ചെയ്യേണ്ട അവസ്ഥ വരും. ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഡിസ്പ്ലേ ആയിട്ട് വന്ന് നിൽക്കും. ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഞാൻ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ഭാഗം കാണിച്ചു തരാം. നോക്കൂ, കണ്ടില്ലേ, ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു മെസ്സേജ് കണ്ടില്ലേ, റിമൈനിങ് ഡാറ്റ, അതായത് ഇനി എത്ര ഡാറ്റ നമുക്ക് ബാക്കിയുണ്ടെന്നുള്ള 12.39 GB ഡാറ്റ ബാക്കിയുണ്ടെന്നുള്ള ഇവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാനും നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും ഏകദേശം എത്ര GB ഡാറ്റ നമുക്ക് ഈ മാസം, കണ്ടില്ലേ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കണ്ടില്ലേ, ഇത്രയും GB നമുക്ക് ഡാറ്റ നമുക്ക് ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഒന്നാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഒന്നാമത്തെ യൂസ്ഫുൾ ആയിട്ട് നോട്ടിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാണ്. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോർ സെറ്റിംഗ്സിൽ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, ഇവിടെ കണ്ടില്ലേ റെഡ്യൂസ് നോട്ടിഫിക്കേഷൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം. വെൻ യു യൂസ് ആൻ ആപ്പ് ഇൻ ഫുൾ, അതായത് നമ്മൾ ആപ്പുകൾ ഏതെങ്കിലും വലിയ ഫുൾ സ്ക്രീനിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് കാണുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണുന്ന സമയത്ത് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ വളരെ സൗണ്ട് വോളിയം കുറച്ചിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണുന്നതിന് തടസ്സമില്ലാത്ത രീതിയിലായിരിക്കും വരിക. ഇതാണ് രണ്ടാമത്തെ സെറ്റിംഗ്സ്. ഈ രണ്ട് സെറ്റിംഗ്സും വളരെ യൂസ്ഫുൾ ആണ്. ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിൽ ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം ഉപയോഗിച്ച് നോക്കിയാൽ വളരെ യൂസ്ഫുൾ ആയി തോന്നും.